റിട്ടയർഡ് SP ശ്രീ KM ആന്റണി കൂടി ചേരുകയാണ്. നമസ്കാരം സർ. നിലവിൽ ഗൺമാന്മാർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കും SIT എന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഈ അന്വേഷണം നടത്തിയ തലപ്പത്തുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ടുവെന്നും അട്ടിമറിക്കാനുള്ള ഇടപെടൽ അവിടെ നടന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അന്ന് കേസ് അന്വേഷിച്ച SP ചൈത്ര തെരേസ നൽകിയ ആ റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന വിവരം രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നിപ്പോൾ സൂചനകൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഗൺമാന്മാർ മാത്രമല്ല, ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയും നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായ ചില അപജയങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു PSO, പോലീസിന്റെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കോ അതുപോലുള്ള PIPക്കോ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയും. പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അഥവാ PSO, നമ്മുടെ ഈ ഗൺമാൻ എന്ന് വിളിക്കുന്ന ആ ആള് ആരാണോ ആ VIP അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഒപ്പമാണ് സഞ്ചരിക്കേണ്ടത്. ഇവിടെ സംഭവിച്ചത് ആലപ്പുഴയില് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷം ഈ പറയുന്ന ഗൺമാൻമാര് വലിയ വടികളുമായി പുറത്തിറങ്ങി അവിടെ പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ തലക്കടിക്കുന്നതായിട്ടാണ്. അതിക്രൂരമായ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ അന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ അന്ന് തന്നെ എന്ത് ചെയ്യാം, അതിന് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അതിന്റെ ആ വീഡിയോ വിഷ്വൽസ് നഷ്ടപ്പെട്ടു പോയി. ആദ്യഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പറഞ്ഞിരുന്നത് ഇത് വീഡിയോയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നു. അതിനുശേഷം അത് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വിഷ്വൽസ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ കിട്ടുവാനില്ല എന്നുള്ള രീതിയിലാണ് കോടതിയിൽ കൊടുത്തത്. അതിലെ ആ ക്യാമറയിൽ പകർത്തിയ ക്യാമറാമാനെ ഇന്നിപ്പം SIT അന്വേഷണത്തിനായി വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അയാൾക്ക് ഭീഷണി ഉണ്ടെന്ന് അയാൾ ഒരു മാധ്യമത്തിൽ വന്ന് പറയുന്നതായും കേട്ടു. അപ്പൊ അന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ഉന്നത ഇടപെടൽ നടത്തുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുവാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ആലപ്പുഴ SP ആയിരുന്ന SP അതില് ഈ ഗൺമാൻമാരുടെ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള റിപ്പോർട്ടും പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഉന്നതമായുള്ള ഇടപെടൽ ഈ കേസിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്, അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് SITയുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിപ്പോ ആരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ആ കേസ് കൃത്യമായ രീതിയിൽ ആ സംഭവത്തെ അന്വേഷിച്ച് തിട്ടപ്പെടുത്തുവാൻ വിഘാതമായി നിന്നത്, അവർക്കെല്ലാം എതിരായിട്ട് നടപടി ഉണ്ടാവും. ആരാണോ അന്വേഷിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന രീതിയിൽ അന്വേഷിക്കുകയാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ നടത്തേണ്ടത്? കാരണം പച്ചയായ സത്യമാണ്. കാരണം എല്ലാവരും കാണുന്നുണ്ട് ഈ ഗൺമാൻമാരെ വന്ന് വലിയ വഴിയുമായി അവരെ അടിക്കുന്നത്. പച്ചയായ ഒരു കള്ളമായിട്ട് തന്നെ അതിനെ മാറ്റി അതൊരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് അത് വരുമ്പോൾ അത് മനുഷ്യനെ ഈ നിയമവാഴ്ചയെ പറ്റിയുള്ള ആ ബോധ്യം അല്ലെങ്കിൽ ആ ധാരണത്തെ തെറ്റാനുള്ള, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള മതിപ്പ് കുറയാനുള്ള, വിശ്വാസമില്ലായ്മ വരാനുള്ള സാഹചര്യം അതിലുണ്ട്. അപ്പം അതെല്ലാം മാറ്റി ഇപ്പം അന്വേഷണം ആദ്യം തന്നെ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്ത് ആദ്യം തന്നെ നടത്തിയ ഒരു നടപടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പൊതുജനങ്ങൾക്ക്, ചാനലും അതുപോലെ തന്നെ മാധ്യമങ്ങളും കാണുന്ന എല്ലാവർക്കും ബോധ്യമുള്ള ഒരു സത്യമായ കാര്യത്തെ മറ്റൊന്നാക്കി മാറ്റി പറയുകയും അതിന് കുറ്റം കൃത്യം ചെയ്ത് ആളുകളെ രക്ഷപ്പെടുത്താൻ തയ്യാറാകുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിയമവാഴ്ചയോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇതിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ശ്രീ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന് കണ്ടു. അത് വളരെ ശരിയായ ദിശയിലൂടെ ആദ്യഘട്ടത്തിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. അല്ലെങ്കിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ നൽകും, ആരൊക്കെയാണ് അതിനകത്ത് ഉത്തരവാദികൾ, ആരുടെ പേരിലൊക്കെ നടപടി സ്വീകരിക്കണമെന്നുള്ളത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ അന്വേഷണം നടക്കുമ്പോൾ, ഈ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിനായിട്ട് മനഃപൂർവ്വം പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. ഈ കരിങ്കൊടി എന്ന് പറയുന്നത് ആദ്യമൊന്നുമല്ല. കേരളത്തിലെ കരിങ്കൊടി പ്രകടനങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് ഒരുപാട് കേരള പോലീസ് നേരിട്ടിട്ടുള്ളതുമാണ്. അവരുടെ പേരിൽ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ പ്രാഥമികമായ റിപ്പോർട്ട് കൊടുക്കട്ടെ, അവരുടെ പേരിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വരട്ടെ. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, സേനയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സത്യസന്ധവും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കട്ടെ. എന്നിട്ട് അതിനകത്ത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ടും കൊടുക്കട്ടെ. അത് SITക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു കരുതൽ.
സാർ, അപ്പോൾ അതുപോലെ തന്നെ ഗൺമാന്മാരുടെ ഉത്തരവാദിത്തം എന്താണ്, ചുമതല എന്താണ് എന്നുള്ളൊരു ചോദ്യം ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഉയർന്നു കേട്ടതാണ്. ഇപ്പോഴും അത് വീണ്ടും ആവർത്തിക്കുന്നതാണ്. ശരിക്കും എന്താണ് അവരുടെ ഉത്തരവാദിത്തം, എന്തൊക്കെയാണ് അവർക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത്? ഇനി ഇതുപോലെ പൊതുജനത്തെ തല്ലാനും അതിക്രൂരമായി മർദ്ദിക്കാനുമുള്ള അവകാശം അത് പോലീസിനുണ്ടോ? അല്ല, ഒരിക്കലുമില്ല. ഗവൺമെന്റ്മാരോ അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുണ്ട്, ഗവർണറും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈപ്പാങ് അല്ലെങ്കിൽ അതിനെ ഒരു ആ തൊട്ട് പ്രോക്സിമിറ്റിയിൽ അല്ലെങ്കിൽ ആ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ചുമതല. മറ്റുള്ളത് ക്രമസമാധാനത്തെ ബാധിക്കുന്നതാണ്. അത് ലോക്കൽ പോലീസോ അല്ലെങ്കിൽ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അത് നോക്കുന്നത്. ഇത് ലോക്കൽ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കടന്ന് അവരും അത് സാധാരണ ലാത്തി അല്ലാത്ത വലിയ വടികൊണ്ട് അഴിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ അത് മനഃപൂർവ്വമായിട്ടും ഒരു ബോധപൂർവ്വം കുറച്ച് കൂടുതലായിട്ട് എക്സസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. PSO എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അപ്പോഴുണ്ടാകുന്ന അറ്റാക്ക്, പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരുന്നു, ആക്രമിക്കാൻ തയ്യാറാവുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്തുകയാണ് PSOയുടെ കടമ. അതല്ലാതെ റോഡിൽ നടക്കുന്ന സമരങ്ങളെ നേരിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചുമതലയില്ല. ഇവരിത് ഓരോ ദിവസത്തെ അവരുടെ ഡ്യൂട്ടി ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ അത് ഗവൺമെന്റാണ് അല്ലെ സെക്യൂരിറ്റി ഓഫീസറാണെന്ന് പറഞ്ഞ് ചുമ്മാതെ പോവുകയല്ല. ഇതിനൊക്കെ റെക്കോർഡുണ്ട്. പോലീസിൽ ഈ സംവിധാനങ്ങൾക്കൊക്കെ അതിന് റിപ്പോർട്ട് സമയാസമയങ്ങളിൽ വാങ്ങേണ്ടതുണ്ട്. അതൊക്കെ അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ? ഈ സംഭവം നടന്ന ദിവസം അവരെന്താണ് ചെയ്തിരിക്കുന്നത്? ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തടസ്സമുണ്ടാക്കിയ എന്നുള്ള രീതിയിലാണ് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പെട്ടതാണോ ഇതെന്നുള്ളത് ആദ്യം പരിശോധിക്കണം. സെക്യൂരിറ്റി ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഈ PSO റാങ്കിലുള്ള ഒരാൾക്ക് അവിടെ റോഡിൽ ഇറങ്ങി ഒരാളെ മർദ്ദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആ കാര്യമാണ്. കാരണം അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പെട്ട കാര്യമല്ല. അയാളുടെ അതായത് VIP അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി വ്യക്തിക്ക് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള ചുമതല മാത്രമേ അവർക്കുള്ളൂ. ആ VIP എവിടോട്ട് സഞ്ചരിക്കുന്നു അതിനോടൊപ്പം സഞ്ചരിച്ചു പോവുക എന്നുള്ളതാണ്. അല്ലാതെ റോഡിൽ ഇറങ്ങി ക്രമസമാധാനം എന്നുള്ള മട്ടിൽ അവിടെ നിൽക്കുന്ന ആളുകളെ മർദ്ദിക്കുന്നത് ഒട്ടും നിയമപരമായിട്ടുള്ള കാര്യമല്ല. സാർ, അതുപോലെ തന്നെ ഈ കരിങ്കൊടി കാണിച്ചു എന്ന് പറയുന്നത് അത് ഏത് വകുപ്പാണ്? കരിങ്കൊടി കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രതിഷേധത്തിന്റെ മാർഗമാണ്. കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതാവിനോടോ അല്ലെ ആ വ്യക്തിയോടോ ഉള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാനുള്ളതാണ്. അത് കരിങ്കൊടി കാണിക്കൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രതിഷേധങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആ രീതിയിൽ കാണുകയാണ് ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കരിങ്കൊടി കാണിക്കുമ്പോൾ അത് പോലീസുകാർക്ക് മർദ്ദിക്കാനുള്ള ഒരു പ്രതിഷേധ രീതിയാണെന്നുള്ള രീതി പോലീസിലും അങ്ങനെ ഒരു ധാരണ വന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് അതിന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ. അതിനെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അതിനെ ആ കരിങ്കൊടി കാണുമ്പോൾ തന്നെ പോലീസുകാര് വെപ്രാളം പിടിച്ച് മർദ്ദിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊന്നും ഒട്ടും ശരിയല്ല, ശരിയായ രീതിയുമല്ല. പ്രതിഷേധത്തിന്റെ പല രീതിയുണ്ട്. അതിലൊന്നു മാത്രമാണ് ഈ കരിങ്കൊടി എന്ന് പറയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ KM എബ്രഹാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.